ബിസ്മില്ല. ഇന്ന് നമുക്ക് ചാളക്കറി വെക്കാം. ഒരു മുളക് ചാറ് പോലെ കേട്ടാ. അപ്പോൾ അത് ചെറിയൊരു കറി വെക്കണേണ്. ചാളയാണ് ഇന്ന് കിട്ടിയത്. ഇത്ര വലുതൊന്നുമില്ല, ഒരു മീഡിയം സൈസാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും കിട്ടിയതായി ചാളക്കറി. ഇപ്പോൾ ഞാൻ കറി വെക്കണത് കാണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് മീനിൻ്റെ കറി വെക്കാൻ പോണേണ്. മീനൊക്കെ മുറിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കറി വെക്കാം കേട്ടോ. സിമ്പിൾ ചാറ് നാടൻ. അപ്പോൾ ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി, നമുക്ക് ഇങ്ങോട്ട് വേപ്പിലിടാം. ചെറിയൊരു നാടൻ കറിയാണ് കേട്ടോ, ചെറിയ കറിയാണ് വെക്കണം. കുറച്ച് മീനുള്ളൂ. വേപ്പിലിടുക. കുറച്ച് സവാള ഇടാം. ഇതിലേക്ക് ഉപ്പിടാം. അപ്പോൾ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ചേരുവകളൊന്നുമില്ല. കുറച്ചിട്ടാൽ മതി. സവാള ഇതിക്ക് പകുതി മൂത്തിട്ടുണ്ട്. ഇതിലോട്ടൊക്കെ നമുക്ക് ചെയ്യാനത് കുഞ്ഞ് കഷ്ണം പുളിയാണ് ഇത്തിരി പുളിയിട്ട് വെച്ചാണ്. ഇതിലോട്ടേക്ക് കുറച്ച് തക്കാളി, തക്കാളി ഇടാം. ഇനിയിപ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മതി. നാടൻ കറിയാണ്. കുറച്ച് മുളക് പൊടി എരി കുറവാണ്. 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, എണ്ണയിലല്ല. ഇച്ചിരി കുറച്ച് വെക്കാം. തക്കാളിയിലൊക്കെ കൂടി വഴന്നിട്ടുണ്ട്. ഇതിലോട്ടേക്കൊരു കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനിയിപ്പോൾ മീനിനൊരു വെള്ളം ഇറങ്ങാം. അപ്പോൾ ഇത് മതി. 2 കയ്യിലാണ് എടുത്തത്. ഒരു നുള്ളിടാം. നമുക്ക് ഇതിലോട്ടേക്ക് മീനിടാം. കയ്യിലിടരുത്. തക്കാളിയുടെ അപ്പോൾ ആദ്യം നമുക്ക് ഇടുമ്പോൾ തന്നെ ഒന്ന് മസാലയൊക്കെ ഒന്ന് കയറ്റി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പൊളിച്ചൊക്കെ പോകും. ഒരു 5 മിനിറ്റ് വേണ്ട. ഇതിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ മീനിന് കുറച്ച് വെള്ളം ഉണ്ടാകും ഇറങ്ങും. നമുക്കൊരു കറിയാണ്. എന്നിട്ട് ഒന്ന് 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. നമ്മളുടെ കറി നോക്കാം. ഓക്കെ, സിമ്പിൾ കറി. 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡി. ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം.
ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഒരാൾ 2 പേർക്കൊക്കെ ഉള്ള നല്ലൊരു കറിയാണ്. അതുകൊണ്ടെങ്കിൽ ആദ്യം ഇത് അളവെടുത്ത് വെക്കുക. അതിലിപ്പോൾ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് അതാക്കാം. ഓക്കെ, ബൈ ബൈ.